അരിയില്ലക്ക. വാങ്ങാൻ പൈസ വല്ലതും ഉണ്ടോ കയ്യില്? എന്റെ കയ്യിൽ എവിടുന്നാ സജി പൈസ? എന്ത് ചെയ്യും, വൈകുന്നേരത്തേക്ക് അരിയില്ല. എത്ര ദിവസമായി പണിയില്ലാതിരിക്കുന്നു? ഞാൻ നോക്കട്ടെ, ആരോടെങ്കിലും ചോദിച്ചു നോക്കട്ടെ. കയ്യിലായി. ആ സൂര്യനെ ഒന്ന് വിളിച്ചു നോക്കാം. അവനെ വിളിച്ചാ വല്ല സഹായം കിട്ടുമോ നോക്കാം. ഹലോ, ആ സുരേട്ടാ, ഞാൻ വിളിച്ചതേ എനിക്ക് വല്ല പണി ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാ. പണി ഉണ്ടെങ്കിൽ എനിക്കൊരു പണി കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായി. വീട്ടിലാണെങ്കിൽ ഭയങ്കര ദാരിദ്ര്യമായി, കുറച്ച് നാളായി പണിയില്ലാതിരിക്കും. എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചു തരാൻ പറ്റുമോ? കിട്ടിയ വലിയ ഉപകാരമായി. ശരി സുരേട്ടാ, വൈകിട്ട് വിളിക്കും. ഓക്കെ. വിഷമിക്കണ്ടക്ക. ഈ പിള്ളേര് ഉണ്ടിപ്പനി ഒന്ന് പൊട്ടിച്ചു നോക്ക്. നമുക്ക് അരി വാങ്ങാനുള്ള പൈസ ഉണ്ടാവും. അയ്യോ, അത് വേണോ സജി? ഇത് പൊട്ടിക്കുകയല്ലാതെ ഇപ്പൊ നമ്മളെന്താ ചെയ്യാ? അരി മേടിക്കണ്ടേ? പൊന്നു വിഷമിക്കില്ലേ? പൊന്നു എന്തോ ആഗ്രഹിച്ച് ശേഖരിച്ചു വെക്കുന്നതല്ലേ ഇത്? അത് കുഴപ്പമില്ല, പൊട്ടിക്ക്. നമുക്കിപ്പോ തൽക്കാലം അരി മേടിക്കണ്ടേ? വേണോ? പൊട്ടിക്ക്. ഒരുപാടൊന്നുമില്ല, എന്നാലും ഇതില് 10-200 രൂപ ഉണ്ടല്ലോ. 200 രൂപയുണ്ട്. തൽക്കാലം 2 കിലോ അരിയും എന്തെങ്കിലും കറി വെക്കാനും വാങ്ങിട്ട് വന്നാൽ വൈകിട്ട് വെക്കാം. ഞാൻ വൈകിട്ട് പോയാ പോരെ? കുറച്ച് വെയിറ്റ് തന്നിട്ട് പോയാ പോരെ? എടുത്തു വെക്കും. താത്താ, ഞാൻ ആലത്തൂരിൽ വരുന്നതാണേ. ഒരു അനാഥാലയത്തിന്റെ ഇതിലേക്ക് വരുന്നത്. കുറെ രോഗികളും കുറെ പ്രായമായ ആൾക്കാരും ഉണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സംഭാവന കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും. ഞാൻ നോക്കാം. അനാഥാലയത്തിന്നേ സംഭാവന വാങ്ങിക്കാനായിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. പ്രായമായാലും വയ്യാത്തവരൊക്കെ ഉള്ളതാന്നാ പറയുന്നത്. എന്തെങ്കിലും കൊടുക്കണ്ടേ? എവിടെന്നാ? ഒരുപാട് ദൂരത്തു നിന്നാണോ? ഇവിടെ ആലത്തൂരിൽ നിന്നാണ് പറഞ്ഞത്. നമ്മളിൽ കൊടുക്കാനും ഒന്നുമില്ലല്ലോ സജിക്കുട്ടിയെ. ഒന്നുമില്ലാണ്ട് നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ കുടുക്ക പൊട്ടിച്ച പൈസയില്ലേ, അതെടുത്ത് കൊടുത്തു. നമ്മുടെ കാര്യങ്ങൾക്ക് പഠിച്ചോൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കാം അല്ലേ? എടുത്തിട്ട് വരാം. ഇതാ ചേട്ടാ, അതേ ഉള്ളൂ. ദൈവം എന്നും നിങ്ങൾ അനുഗ്രഹിക്കും. ശരി. ഇനിയെ ഇവിടെ ഇല്ലേ? ആ അക്ക, ഇരിക്കുക. എപ്പോഴാ ഗൾഫിൽ നിന്ന് വന്ന? ഗൾഫിൽ നിന്ന് 2 ദിവസമായി. ഇത്തിരി തിരക്കിലാണ്. അപ്പൊ അങ്ങനെ 1-2 സ്ഥലത്ത് പോയപ്പോ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്ന. എന്താ വിശേഷം? നല്ല വിശേഷം ആണല്ലേ. സജി, ഇത്തിരി വെള്ളം എടുക്ക. വെള്ളമൊന്നും വേണ്ട. തിരക്കിലാണ്. പിന്നെ വരാം. അതല്ല, വെള്ളം കുടിക്കാൻ സമയമില്ല. എന്നാ പിന്നെ വരാം. ഇത് വെക്കേ, ഞാൻ ഗൾഫിൽ പോകുമ്പോ സഹായിച്ചല്ലേ. തിരക്കി ഞാൻ വരാട്ടാ. ആയിക്കോട്ടെ. ശരി. പോയാ? പോയി സജി. നീ ഇവിടെ ഇരിക്കേ. സജി, ഞാൻ നിന്നോട് പറയാറില്ലേ, നമ്മൾ ഒരാളെ സഹായിച്ചാൽ അത് ഏതെങ്കിലും വഴിക്ക് പടച്ചോൻ നമുക്ക് തിരിച്ചു തരും. അതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ കണ്ടത്. ഇതാ, നീ വീട്ടിലേക്കുള്ള സാധനങ്ങളും നിന്റെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും എല്ലാം നീ മേടിച്ചു. പടച്ചോൻ തന്നാന്ന് കരുതിയാൽ മതി.